അസ്സലാമു അലൈക്കും. വീണ്ടും ഉമ്മീസ് നാച്ചുറലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നാച്ചുറൽ ലിപ് ബാം ആണ്. അത് ഈ റോസ് പൂ വെച്ചിട്ട് എങ്ങനെ ചെയ്യാം നാച്ചുറലായിട്ട് ലിപ് ബാം എന്ന് നോക്കാം. നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് കാണിക്കാൻ പോകുന്നത്. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഞാനിന്ന് റോസ് പൂ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ലിപ് ബാം. എല്ലാ പൂ വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാം. കുറച്ചുകൂടെ ബെറ്റർ റോസ് പൂവാന്ന് തോന്നി, അതുകൊണ്ടാണ് ഇപ്പോൾ റോസ് പൂ വെച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു 3 റോസ് പൂ എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാംഗോ ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് എല്ലാതരം ബട്ടറും യൂസ് ചെയ്യാം. കൊക്കോ ബട്ടറാണ് കൂടുതൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൊക്കോ ബട്ടറും യൂസ് ചെയ്യാം. മാംഗോ ബട്ടർ നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോക്കിക്കോളൂ. ഈ മാംഗോ ബട്ടറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളതാണ് ബീസ് വാക്സ് ആണിത്. തേനീച്ചയുടെ മെഴുക്, അതാണ് ബീസ് വാക്സ്. അതും ഇതിൽ അത്യാവശ്യമായിട്ടുള്ളതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഇ ഓയിൽ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ മണം താല്പര്യമുള്ളവർക്ക്, ഞാനിപ്പോൾ ഇത് ലാവൻഡറിൻ്റെ സ്മെല്ലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എസെൻഷ്യലാണ്, എസെൻഷ്യൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക എല്ലാവരും. ഇനി ഞാൻ ഓപ്ഷണലായിട്ടുള്ള കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാം. നമുക്ക് ആൽമണ്ട് ഓയിൽ ഇതിൽ യൂസ് ചെയ്യാം. സ്വീറ്റ് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹണി യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലിപ്പിൻ്റെ സംരക്ഷണത്തിന് എന്താണ് നിങ്ങൾക്ക് ആവശ്യമായി തോന്നുന്നത് അതെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ ലിപ് ബാം ഉണ്ടാക്കി കഴിഞ്ഞാൽ കണ്ടെയ്നറായിട്ടും സ്റ്റിക്കിലും ഒക്കെ ഇത് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കണ്ടെയ്നേഴ്സിലാണ് ഇത്. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉമ്മീസ് എന്നുള്ള ബ്രാൻഡിൽ ഒന്ന് ഓർഡർ ചെയ്താൽ മതി. നമ്മളിത് നിങ്ങളെ വീട്ടിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ മേക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. ഇനി നമ്മളിതിൻ്റെ തണ്ടുകളൊന്നും എടുക്കാതെ ഓരോ എതളായിട്ട് ഇത് എടുത്ത് നമ്മളിങ്ങനെ വേർതിരിച്ചെടുക്കണം. നല്ല ഫ്രഷ് പൂ കിട്ടാൻ വേണ്ടി ശ്രമിക്കുക. നല്ല ഇതളായിട്ട്. ഇത് ആദ്യമേ ഞാൻ കഴുകി വാറ്റി വെച്ചതാണ്. വെള്ളത്തിൻ്റെ അംശം ഒരല്പം പോലും ഇല്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഓരോ പൂവും വളരെ സൂക്ഷിച്ചെടുക്കുക. പച്ച കളർ വരാത്ത വിധത്തിൽ എടുക്കുക. ഇതിപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും ഇതൾ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ കഴുകി വെച്ചിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിന്ന് അരച്ചെടുക്കാം. നാച്ചുറൽ വേയിൽ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. വെള്ളം ഒഴിക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ. ഇതിങ്ങനെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അരയുന്നതാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, പ്രസ്സായിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇങ്ങനെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് അരയുന്നതായിരിക്കും. ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. കാരണം നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന രീതിയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ തേനിലോ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ നമുക്ക് ആ ഒരു കളർ എടുക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിൻ്റെ കളർ നമുക്ക് കിട്ടണം. നാച്ചുറൽ കളറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് നന്നായി ഇതാക്കിയതിന് ശേഷം ഇതിൻ്റെ കളർ എടുക്കുക. അത് വെള്ളം ഒഴിക്കരുത് ഒരിക്കലും. അത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ലിപ് ബാമിൻ്റെ ആ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടില്ല. വെള്ളം ഒഴിക്കാൻ പാടില്ല. വെള്ളത്തിൻ്റെ ഒരംശവും നമ്മൾ ഇതിലേക്ക് ചേർത്തരുത്. ഇപ്പോൾ തന്നെ കളറ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ 2 റോസാപ്പൂ എടുത്തിട്ട് കിട്ടിയിരിക്കുന്നതാണിത്. ഇത് നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവറും ആ ഒരു സ്മെല്ലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉള്ളത്. പിന്നെ അത് അരിച്ചതുകൊണ്ട് തന്നെ ഒരു ചെറിയ കളർ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ നമുക്ക് നല്ല ഗുണം കിട്ടും. എന്താണ് ഇതിൻ്റെ മുഖ്യമായിട്ടുള്ളൊരു കാര്യം കേട്ടോ. ഇതിൻ്റെ മേക്കിംഗ് പ്രോസസ്സിലേക്ക് പോവാം. അപ്പോൾ നമുക്കിത് എങ്ങനെ മിക്സ് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഇതിൽ നമ്മൾ ഓയിൽ മിക്സ് ചെയ്തിട്ടുള്ള കളറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബട്ടർ ചേർക്കാം. മാംഗോ ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊക്കോ ബട്ടർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കൊക്കോ ബട്ടർ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളതിൽ സ്മെല്ല് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം കൊക്കോ ബട്ടറിനൊരു ചോക്ലേറ്റിൻ്റെ സ്മെല്ലുണ്ട്. അപ്പോൾ വേറെ സ്മെല്ല് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ 2 സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബീസ് വാക്സ് ആണ് എടുത്തിട്ടുള്ളത്. വളരെ ചെറിയ കഷ്ണം. ഇതെന്തിനാണ് ബീസ് വാക്സ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെൽറ്റ് ആവാതെ തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളിതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് ബദാം ഓയിലാണ്. ചുണ്ട് ഒരിക്കലും ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബദാം ഓയിൽ ഒഴിക്കുന്നത്.
പിന്നെ ഇനി നമുക്കിതിൽ ഹണി ചേർത്താം, അതുപോലെ തന്നെ നമുക്ക് സ്മെല്ല് ചേർത്താം. സ്മെല്ല് ഇഷ്ടമുള്ളവർക്ക് സ്മെല്ല് ചേർത്താം. എനിക്കിഷ്ടപ്പെട്ട സ്മെല്ലാണ് ലാവൻഡർ, അപ്പോൾ ഞാനിത് ലാവൻഡറാണ് ചേർക്കുന്നത്. പക്ഷേ ഇത് റെഡി ആയതിന് ശേഷം മാത്രമേ ഞാനിത് ചേർക്കുകയുള്ളൂ, എന്നാലാണ് ഇതിൻ്റെ മണം നിലനിൽക്കുകയുള്ളൂ. അതിന് വേണ്ടിയാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ, ഇതിപ്പോൾ ഈ മിക്സിങ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. ഞങ്ങളിത് ചെയ്യാൻ പോകുന്നത് ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് വീട്ടിൽ ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലെ ഒരു പാത്രം നമുക്കിത് എടുക്കാം, ഉള്ളിലും നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം തന്നെ എടുക്കാം. കാര്യം ഇതിലൊരു തരത്തിലുള്ള കെമിക്കലുള്ള നാച്ചുറലായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രത്തിൽ തന്നെ ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ഡബിൾ ബോയിലിംഗ് ചെയ്യാൻ കൂടുതലും ഗ്ലാസ് പാത്രങ്ങളാണ് എടുക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഡബിൾ ബോയിൽ ചെയ്ത് ഇതെല്ലാം സെറ്റാകുമ്പോൾ എല്ലാം ഇതിൽ ഒന്നും ഒട്ടിപ്പിടിക്കാതെ എല്ലാം തന്നെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കൂടുതലും ഗ്ലാസ് ബൗൾസ് എടുക്കുന്നത്. അത് ശരിക്കും ഓവനിലൊക്കെ യൂസ് ചെയ്യുന്ന ബൗളാണെങ്കിൽ ഒരിക്കലും കുഴപ്പമൊന്നും വരില്ല, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു 10 മിനിറ്റോളം നമ്മളിത് ഡബിൾ ബോയിൽ ചെയ്യണം. ഡബിൾ ബോയിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടറെല്ലാം കൂടെ നല്ല മെൽറ്റായിട്ട് വെള്ളം പോലെ ആവും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് മെൽറ്റ് ആവുന്നതാണ് ബീസ് വാക്സ്. അതിന് നമ്മൾ നല്ലോണം ടൈം എടുക്കണം. അപ്പോൾ ആ ഒരു ടൈമിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ റോസിൻ്റെ കളറും വരുന്നുണ്ട്. കളറിന് വേണ്ടിയിട്ട് ഒരുപാട് കെമിക്കൽസ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമുക്ക് ആ ഒരു ടൈമിൽ ഇടുന്ന കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ലിപ്പ് ഭയങ്കരമായിട്ട് ബ്ലാക്ക് ആവാൻ അത് ഇതാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കളർ കെമിക്കൽ പ്രോഡക്ട്സുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇതാകുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് നമ്മളെ ലിപ്പിന് നല്ല കളർ കിട്ടും. ഇത് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലിപ്പ് നല്ല റെഡ് കളറായി വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് യൂസ് ചെയ്യും. ഇതിനിപ്പോൾ നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ കളർ തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാച്ചുറൽ ഫ്ലവേഴ്സിൻ്റെ കളർ കിട്ടും. അത് അവൈലബിൾ ആണ്, ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നോക്കിയിട്ട് അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് വെച്ച് ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ നമ്മുടെ ബട്ടർ ഓൾമോസ്റ്റ് നല്ല മെൽറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ബീസ് വാക്സ് മാത്രമേ ഉള്ളൂ മെൽറ്റ് ആവാൻ. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ്, ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെന്ന്. ഒരിക്കലും വേണ്ട, ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ഒരു 12 മാസത്തോളം നമുക്കിത് പുറത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാം. ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. ഒരു പ്രാവശ്യം നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് 1 വർഷം യൂസ് ചെയ്യാനുള്ളത് നമുക്ക് കിട്ടും. ഒരു പ്രശ്നവുമില്ലാതെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ ബീട്രൂട്ട് വെച്ചിട്ടുണ്ടാക്കിയ ലിപ് ബാമാണ്. പക്ഷേ കളർ നമുക്കതിൽ കിട്ടില്ല, കാരണം നമ്മളിതിൽ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ ബീട്രൂട്ടിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് ഈ ലിപ് ബാമിൽ കിട്ടും. ചുണ്ട് നല്ല റെഡ് കളറൊക്കെ ആവും. നമ്മൾ ഉപയോഗിച്ചാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുക. നമ്മൾ ബീട്രൂട്ട് ഇട്ടതിൻ്റെ കളർ ബാക്കിലേക്കാണ് ഇതിൻ്റെ പൗഡർ വരിക, നമുക്ക് ഫ്രണ്ടിലേക്ക് വരില്ല. ഇപ്പോൾ നമ്മൾ ഈ റോസിൻ്റെ ചെയ്താലും റോസിൻ്റെ കളർ നമുക്കതിലേക്ക് വരില്ല. ഒരു ലൈറ്റായിട്ട് വൈറ്റ് ഒന്ന് മാറുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്കതിൻ്റെ ഗുണമാണ് കൂടുതലും കിട്ടുന്നത്. ഇപ്പോൾ എല്ലാം നമ്മളിപ്പോൾ ഇട്ടതെല്ലാം കൂടെ നന്നായി മെൽറ്റായിട്ട് ഉണ്ട്. ഇനിയിപ്പോൾ ഇത് സെറ്റ് ചെയ്യണം. അതിന് മുമ്പ് സ്മെല്ല് താല്പര്യമുള്ളവർക്ക് തന്നെ സ്മെല്ല് ഒഴിക്കാം. ഞാനിപ്പോൾ എസെൻഷ്യലാണ് ഒഴിക്കുന്നത്. 3 ഡ്രോപ്പ് മതി, ധാരാളമായിട്ടുണ്ട്. 3-4 ഡ്രോപ്പ് മതി. നല്ല സ്മെല്ല് നമുക്ക് വരും. ഇപ്പോൾ തന്നെ ഇവിടെ നല്ല സ്മെല്ലുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോ ബോട്ടിലായിട്ട് ഒഴിക്കാം. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ നല്ലോണം ബോട്ടിൽസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച് തീർന്ന ബോട്ടിലായാലും ഒഴിച്ച് വെച്ചാൽ മതി. ഞാനിത് സെയിലിന് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇത് സെയിലിന് എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ റോസ് പൂ വെച്ചിട്ടുള്ള ലിപ് ബാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള നാച്ചുറൽ പ്രോഡക്ട്സുകൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ കയറി ഓർഡർ ചെയ്യുക. ഇനിയും വ്യത്യസ്തമായ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തിയാൽ വീണ്ടും ഞങ്ങളിടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. വ്യത്യസ്തമായ നാച്ചുറൽ കോസ്മെറ്റിക്സ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങളതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്